ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഐലൻഡിലൊരു ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട്. നമ്മുടെ അതെ രേഷ്മയാണ് ഇന്നത്തെ മോഡൽ. രേഷ്മ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിക്ക് എടുത്ത് കൊടുക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്യാമറയ്ക്ക് വന്ന സമയത്ത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ രേഷ്മേനെ പരിചയപ്പെട്ടത് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഫോട്ടോസ്? ഇപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ശ്രീശേഖരൻ തനിച്ച് ഫോട്ടോഗ്രാഫി ആയിട്ട് അത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കളർഫുൾ ആയിട്ട് നടക്കുന്നുണ്ട്. ഇല്ല, ഇപ്പം അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഫോട്ടോ എടുത്തന്നില്ലേ? ഫസ്റ്റ് ടൈം ഫോട്ടോ എടുത്ത് തന്നതല്ല കൊള്ളാത്തത്, അന്ന് എൻ്റെ കോലം കൊള്ളില്ലായിരുന്നു. ഇന്ന് ഞാൻ കുറച്ചും കൂടി പുട്ടിയിട്ട് തുടങ്ങി. അല്ല, ഇപ്പം എൻ്റെ ഫോട്ടോസിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് എല്ലാം. ഞാൻ പുതിയ ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഫോട്ടോ വെച്ച് നമ്മൾ ഒരുപാട് തവണ ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചേഞ്ചിന് വേണ്ടി നമ്മൾ ഐലൻഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കണം. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു സംശയത്തിൽ നിൽക്കുന്ന കാര്യം. ഞങ്ങൾ മുമ്പ് ഒരു തവണ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിട്ടത്. CASകാർ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വിടുക. ആ എൻട്രിയിൽ നമുക്ക് ആ പ്ലാറ്റ്ഫോം സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേ, എങ്ങാനും എന്തെങ്കിലും പ്രശ്നമാവും. കാരണം അറിയാമല്ലോ, സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നമായാൽ സീനാവും. അപ്പോൾ എടുക്കണോ അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് കയറി എടുക്കാം. പക്ഷേ CASകാർ എന്താ പണിയാവും. പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷേ ഇവിടെ ചോദിക്കാനോ ആരെയും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എടുക്കണോ വേണ്ടിയോ? ടിക്കറ്റ് കൗണ്ടറിൽ കുറച്ച് പേരുണ്ട്, അവരോട് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളപ്പോൾ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കണം, എന്ത് ചെയ്യും അല്ലേ? അത് ഫോട്ടോ വെച്ചിട്ട് ഇവിടെ വരെ വന്നിട്ട് 2 ക്ലിക്കെങ്കിലും എടുക്കാണ്ട് പോണത് ശരിയല്ലല്ലോ. അതെ, ഇതേ കണ്ട അത്രയും അണിഞ്ഞൊരുക്കി വന്നിക്കണേ. ഞാൻ സാരി ഉടുക്കാറില്ലെങ്കിൽ സാരി ഉടുത്തോ ഇത്രയും മേക്കപ്പ് ചെയ്ത് വന്നിക്കണേ. മേക്കപ്പ് ഇല്ലാത്ത കോലം. ഫ്രണ്ട്സ്, അങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഞങ്ങളുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് പിക്സും കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഗിംബൽ യൂസ് ചെയ്യാനൊരു ടെൻഷൻ. ഞങ്ങൾ വെക്കണ സമയത്ത് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു പേടി. എന്തായാലും ചെയ്തു ഒരു ചലഞ്ച് അല്ലേ? ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടൊരു ചലഞ്ചായിട്ട് ഇതുവഴി ചാടിയാൽ മതി. ഫ്രണ്ട്സ്, അങ്ങനെ ഐലൻഡിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ വെച്ചിലെത്തി. കറക്റ്റ് ഞങ്ങൾ ഐലൻഡിലെ ഷൂട്ടെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഓഫീസർ ഒന്ന് പറഞ്ഞു, സോറി ഏട്ടാ ഇവിടെ ഷൂട്ട് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പറഞ്ഞു സോറി ഏട്ടാ അറിയില്ലായിരുന്നു പറഞ്ഞു. ഞങ്ങളോട് പോകുന്നത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുമെന്ന് കരുതിയത്, പക്ഷേ ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ല അല്ലേ? ഡിലീറ്റ് ചെയ്യിച്ചില്ല, അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അലൗഡ് അല്ലെന്ന് മാത്രം പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആണോ സാറേ അറിയില്ലായിരുന്നു കേട്ടോ സാറേ. അപ്പോൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിയും പോയി ഞങ്ങളും പോയി. അതൊക്കെ സ്ഥിരം ഞങ്ങളെത്തി ഫോട്ടോ വെച്ചിലെത്തി. ബാക്കി ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു. ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അവിടെ വെച്ചെടുത്തെല്ലാം കൊള്ളാം. ഇവിടെ വെച്ചെടുത്ത് സ്ഥിരമായതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള. പക്ഷെ കുഴപ്പമില്ല, കണ്ണാണാൻ പറ്റുള്ള കേസ് കിളവിയായത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോ വെച്ച് വന്ന് വെള്ളം കുടിച്ച് ഞങ്ങൾ പിരിയാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായി ഫോട്ടോ ഷൂട്ട്? എങ്ങനെയുണ്ടായി? ഫോട്ടോസ് എത്രയും പെട്ടെന്ന് ശ്രീശേഷൻ്റെ അയച്ചുതരാന്ന് ബാക്കി തന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യണ്ടേ? എഡിറ്റ് അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ശ്രീശേഷനെ പറഞ്ഞു കൊടുക്കും, അതിൽ ശ്രീശേഷനെ എഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോസും കൊള്ളാം. അപ്പോൾ കുറേ എഡിറ്റിങ്ങും ഉണ്ട്. വേറെ ഫ്രണ്ട്സ് ഒരു എന്താ റെഡി? ഞാൻ ഇറങ്ങിയത് എൻ്റെ ഫ്രണ്ട് അക്ഷയ്, ശ്രീയേഷ് എൻ്റെ സീനിയറാണ്. ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങി ഒരു ഷൂട്ടിനുണ്ടെന്ന്, ഫോട്ടോഷൂട്ട്. അപ്പോൾ യൂട്യൂബ് വ്ളോഗും ചെയ്യണമായിരുന്നു. വ്ളോഗിൽ വന്നിട്ടുണ്ട്. ക്യാമറ ഇവൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പഴയ ആൾക്കാരെ കണ്ടതാണ്. കണ്ടിരിക്കുമല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. ഒരു ഷൂട്ടിൻ്റെ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വ്ളോഗ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഷൂട്ടിന് കാണാം. ബൈ.